റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ബ്രിട്ടനിൽ ജൂലൈ 4 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് റെക്കോർഡ് സ്ഥാനാർത്ഥികൾ. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിലെ 650 മണ്ഡലങ്ങളിലായി 4500-ലധികം സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. 2019 വോട്ടെടുപ്പിനെ അപേക്ഷിച്ച് 35.7% വർധനവ്. കൺസർവേറ്റീവുകൾക്കെതിരെ നിൽക്കില്ലെന്ന വാഗ്ദാനങ്ങൾ അവസാനിപ്പിച്ച് റീഫോം UK, കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തി ഗ്രീൻ പാർട്ടി, ബ്രിട്ടനിലെ വർക്കേഴ്സ് പാർട്ടി ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രവേശിക്കൽ എന്നിവ മൂലമാണ് ഈ വർധനവ്. സ്വതന്ത്ര ചെറു പാർട്ടി സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിലും വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ വർധനവ് കൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് അർത്ഥമാക്കുന്നത് അടുത്ത സർക്കാർ കൂടുതൽ മാർജിനലുകളും തിരഞ്ഞെടുപ്പുകൾക്കിടയിൽ കൂടുതൽ ദ്രവ്യതയും കാണുമെന്ന് ഷെഫീൽഡ് യൂണിവേഴ്സിറ്റിയിലെ പൊളിറ്റിക്സ് പ്രൊഫസർ മാത്യു ഫ്ലിൻഡേഴ്സ് പറഞ്ഞു. പാർട്ടികൾ മാറുന്നതിൽ വോട്ടർമാർ കൂടുതൽ സന്തുഷ്ടരാണെന്ന് തെളിയിച്ചതിനാൽ മത്സരിക്കുന്ന പാർട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ പാർട്ടിക്കൊപ്പം അനിവാര്യമായും കൂടുതൽ സ്ഥാനാർത്ഥികൾ വരും, പ്രൊഫസർ ബെയിൽ പറഞ്ഞു. ബ്രിട്ടനിലെ അതിസമ്പന്നരുടെ പുതിയ പട്ടിക പ്രകാരം തുടർച്ചയായ 3-ാം വർഷവും ഏറ്റവും വലിയ സമ്പന്നനായി ഇന്ത്യൻ വംശജരായ ഹിന്ദുജ കുടുംബം. സൺഡേ ടൈംസിന്റെ റിച്ച് ലിസ്റ്റിൽ ആണ് ഹിന്ദുജ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. തുടർച്ചയായി 3-ാം വർഷവും 1-ാം സ്ഥാനം നിലനിർത്തിയെന്ന് മാത്രമല്ല, ആസ്തിയുടെ മൂല്യത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 2 ബില്യൺ പൗണ്ടിന്റെ വർധനവും ഉണ്ടായിട്ടുണ്ട്. പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ ഹിന്ദുജ ഗ്രൂപ്പിന്റെ ഉടമകളാണ് ഗോപിചന്ദ് ഹിന്ദുജയും കുടുംബവും. ബ്രിട്ടനിലെ വാദ്യസംഗീത ആസ്വാദകരെ കോരിത്തെരിപ്പിച്ച് നവധാര സ്കൂൾ ഓഫ് മ്യൂസിക് ലണ്ടന്റെ ആഭിമുഖ്യത്തിൽ മേളപ്പെരുമ. വിനോദ് നവധാര എന്ന കലാകാരന്റെ ആത്മസമർപ്പണത്തിന്റെ ഭാഗമായി ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയേറിയ മലയാളി സമൂഹത്തിലാകെ ആവേശമായി മാറിയ ചെണ്ട എന്ന കലാരൂപത്തിന്റെ മറക്കാനാവാത്ത ഉത്സവവേദിയായിരുന്നു ശനിയാഴ്ച ഹാരോയിൽ നടന്ന മേളപ്പെരുമയുടെ 2-ാം എഡിഷൻ. മട്ടന്നൂർ ശങ്കരൻകുട്ടി മരാർക്കും മക്കൾക്കും ഒപ്പം പ്രശസ്ത സിനിമാ താരം ജയറാമിനുമൊപ്പം 500ഓളം ചെണ്ടക്കാരാണ് 2.5 മണിക്കൂറോളം ആടിത്തിമിർത്ത് ആസ്വാദകരെ കോരിത്തെരിപ്പിച്ചത്. ഈ ആവേശത്തിന്റെ കൊടുമുടിയിൽ കുളിർക്കാറ്റ് പോലെ മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്രയും പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണനും പാട്ടുകളുടെ കെട്ടഴിച്ചപ്പോൾ ആവേശത്തിനൊപ്പം 2000ഓളം കാണികൾക്ക് അത് അവിസ്മരണീയ വിരുന്നായി മാറി. ഹാരോയിലെ ബൈറോൺ ഹാളിൽ അരങ്ങേറിയ മേളപ്പെരുമയ്ക്ക് അക്ഷരാർത്ഥത്തിൽ പൂരപ്പറമ്പിന്റെ പ്രതീതി സൃഷ്ടിക്കാനായി. സംഘാടക മികവ് കൊണ്ടും മികവുറ്റ കലാപ്രതിഭകളെ കൊണ്ടും അനുഗ്രഹീതമായിരുന്ന കലാസന്ധിയിൽ അണിനിരുന്നത് 2000-ലധികം മലയാളികളാണ്. ഇനി നാട്ടിലെ വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നു. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത, സർവീസ് പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം, ക്ഷേമ പെൻഷൻ എന്നിവയ്ക്കായി ഉടൻ 25,000 കോടി രൂപ കണ്ടെത്തേണ്ടി വരുമെന്നാണ് ധനവകുപ്പ് കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ ദിവസമാണ് സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പുറത്തുവിട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ള കുടിശ്ശികകൾ ഉടൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയും തുക കണ്ടെത്തുക സർക്കാരിന് വെല്ലുവിളിയാകും. അതത് മാസത്തെ ചെലവുകൾക്കുള്ള പണം കണ്ടെത്താൻ കടമെടുപ്പിനെ ആശ്രയിക്കുന്ന സർക്കാരിന് കുടിശ്ശിക വീട്ടണമെങ്കിൽ അധിക വരുമാനം കണ്ടെത്തേണ്ടി വരും. നിലവിൽ അതിനുള്ള സാധ്യതയും കാണുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി. 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഒരുമിച്ച് നൽകില്ല. ജനുവരി മുതൽ മെയ് വരെ 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഒരുമിച്ച് നൽകേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനം. തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ച വേളയിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ തീർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ ഒരുമിച്ച് കുടിശ്ശിക നൽകാനാവില്ല എന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചനയും. സംസ്ഥാനത്ത് പോലീസ് സേനയിൽ അഴിച്ചുപണി. അങ്കിത് അശോകൻ IPS തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറ്റി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി R. ഇളങ്കോ IPS നിയമിച്ചു. അങ്കിത് അശോകന്റെ പുതിയ നിയമനം സംബന്ധിച്ച ഉത്തരവ് പിന്നീട് അറിയിക്കും. അതേസമയം എറണാകുളത്തെ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിൽ SP പോസ്റ്റ് രൂപീകരിച്ചു. KE ബൈജുവിനാണ് പ്രസ്തുത പോസ്റ്റിലേക്ക് നിയമനം നൽകിയിരിക്കുന്നത്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിറകെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെയും ACP സുദർശനെയും സ്ഥലം മാറ്റാൻ നീക്കമുണ്ടായിരുന്നു. തൃശൂർ പൂരത്തിൽ പോലീസിന്റെ അമിത ഇടപെടലുണ്ടായി എന്ന പരാതിക്ക് പിറകെ ഇരുവരെയും സ്ഥലം മാറ്റാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചെങ്കിലും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ നടപടിക്രമം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഈ നടപടിയാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിയമം പിൻവലിച്ചതിന് പിറകെ ഉത്തരവായത്. ഇനി സ്പോർട്സ് വാർത്തകൾ. ഒളിമ്പിക്സ് ഫുട്ബോളിനായി ഒരുങ്ങുന്ന അർജന്റീന ടീം പരാഗ്വേക്കെതിരായ 2-0 വിജയം നേടി. അർജന്റീന ഒളിമ്പിക്സ് ടീമിനായി ഗിയൂലിയാനോ സിമിയോണി 2 ഗോളുകൾ നേടി. പരാഗ്വേക്കെതിരായ 2 മത്സരങ്ങളിൽ അർജന്റീന ഒളിമ്പിക് ടീമിന്റെ 2-ാം വിജയമാണിത്. പെനാൽറ്റി ബോക്സിലേക്ക് വന്ന മികച്ച ഒരു ക്രോസ് ഹെഡ് ചെയ്തായിരുന്നു സിമിയോണിയെ ആദ്യ ഗോൾ. 2-ാം പകുതിയുടെ തുടക്കത്തിൽ ഹാവിയർ മഷ്രാനോയുടെ ടീം 2-ാം ഗോൾ നേടും. അനായാസമായിരുന്നു സിമിയോണി 2-ാം ഫിനിഷ്. അടുത്ത മാസമാണ് ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യക്കും പരിശീലകൻ എഗോർ സ്റ്റിമാച്ചിനും ഇന്ന് നിർണായകം. ഖത്തറിനെതിരെ കളിക്കാനിറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യക്ക് ചിന്തിക്കാനാവില്ല.
രാത്രി 9:15 ഇന്ത്യ ഖത്തർ മത്സരം. ഗ്രൂപ്പ് എയിൽ 13 പോയിന്റുമായി ഖത്തർ 3-ാം റൗണ്ട് യോഗ്യത ഉറപ്പിച്ചു. രണ്ടാമത്തെ ടീമിനായി ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, കുവൈത്ത് ടീമുകളാണ് രംഗത്ത്. രാത്രി 11:15 നടക്കുന്ന കളിയിൽ കുവൈത്ത് അഫ്ഗാനെ നേരിടും. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 106.27 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.